പോലീസ് പഴുതടച്ചുള്ള അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത്. കരുനാഗപ്പള്ളി പോലീസിന് കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു പരാതി അന്വേഷിച്ചിട്ടാണ് അവസാനം 7-ാം തീയതി ഇങ്ങനൊരു കൊലപാതകം കരൂരിൽ, അമ്പലപ്പുഴയ്ക്കടുത്തുള്ള കരൂരിൽ അരങ്ങേറിയെന്ന് പോലീസിന് മനസ്സിലാകുന്നത്. 6-ാം തീയതി മുതലാണ് കരുനാഗപ്പള്ളിയിലെ വിജയലക്ഷ്മിയെ കാണാതാകുന്നത്. അരുൺ രാജ്. SKN ഇപ്പോൾ ഫോറൻസിക്കിന്റെ സംഘം ഇവിടേക്ക് എത്തുകയാണ്. ഫോറൻസിക് സംഘം ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഫോറൻസിക് ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ തെളിവുകളടക്കം ശേഖരിക്കുന്നത് പോലീസിന് അനിവാര്യമാണ്. ആ തെളിവുകൾ ശേഖരിക്കുക എന്ന ദൗത്യത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടക്കുന്നു. കാരണം കൊല ചെയ്യപ്പെട്ട സ്ഥലം, അവിടെ നിന്ന് ഈ സംശയിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഫിംഗർ പ്രിന്റുകൾ, ഈ കൊല ചെയ്യാൻ ഉപയോഗിച്ച ഉപകരണത്തിൽ ലഭിക്കുന്ന ഫിംഗർ പ്രിന്റ്, ഇതെല്ലാം തന്നെ പോലീസ് ശേഖരിക്കും. ഇതിനു ശേഷമായിരിക്കും പോലീസ് ഈ കൊല ചെയ്ത് കുഴിച്ചുമൂടിയ സ്ഥലമടക്കമുള്ള അരുൺരാജ്, മനീഷ് മഹിബാൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. മനീഷ്, ഫോറൻസിക് വിദഗ്ധർ അവിടെ എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസിന്റെ അന്വേഷണം, തെളിവെടുപ്പ് ശേഖരണം, ഇതൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? യഥാർത്ഥത്തിൽ പോലീസിന് ആദ്യം മുതലേ ചില സംശയങ്ങളുണ്ടായിരുന്നു. സംശയം നിവൃത്തി വരുത്താൻ കരുനാഗപ്പള്ളി പോലീസ് കരൂറിലെ ഈ വീട്ടിൽ അരിച്ചു പിറക്കിയിരുന്നു. എന്തായാലും ഇത് കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയതാണെന്നും അതിനുശേഷം ഈ സംഭവസ്ഥലം കോൺക്രീറ്റ് ചെയ്ത് മൂടിയതാണെന്നും പോലീസിന് മനസ്സിലായി. കൂടുതൽ വിവരങ്ങൾ അത് ഫോറൻസിക് പരിശോധനയിൽ തെളിവുകൾ ശേഖരിക്കുകയാണോ ഇപ്പോൾ? SKN എന്താണെങ്കിൽ ഇവിടെ നേരത്തെ തന്നെ ഈ ആളുകളുടെ വലിയൊരു കൂട്ടം ഉണ്ടായതുകൊണ്ട് അത് തെളിവ് ശേഖരണത്തെ അല്ലെങ്കിൽ ഈ അന്വേഷണത്തെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ കരുനാഗപ്പള്ളി DYSP അടക്കമുള്ള ആളുകൾ വന്ന് ഇവിടെ നിന്നുള്ള ആളുകളെ ഏറെക്കുറെ ഈ പരിസരത്ത് നിന്ന്, വീടിന്റെ പരിസരത്ത് നിന്നും മാറ്റുന്നുണ്ട്. അതായത് ഈ സംഭവം അറിഞ്ഞ് ഒരുപാട് ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ ഈ പരിസരം മൊത്തം നിലവിൽ, ഈ പരിസരത്ത് നിന്ന് മൊത്തം ഈ ആളുകളെ നിലവിൽ മാറ്റുന്ന നടപടി കൂടി പോലീസ് ചെയ്യുന്നുണ്ട്. അമ്പലപ്പുഴയിൽ നിന്നും പ്രധാനമായും ഈ എടത്തുവയിൽ നിന്നും ഒക്കെ തന്നെ കൂടുതൽ പോലീസ് സംഘത്തെ ഇവിടെ എത്തിച്ചുകൊണ്ട് നാട്ടുകാരെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. കാരണം ഇത് സംബന്ധിച്ച് വിവരങ്ങൾ അതീവ രഹസ്യമായി വെച്ചിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ജയചന്ദ്രന്റെ ഭാര്യ സുനിമോളുടെ ഒരു പ്രതികരണം എടുത്തിരുന്നു. അവർക്ക് എന്താണ് പറയാനുള്ളത് സംബന്ധിച്ച്. എന്താണെങ്കിൽ അവർ പറയുന്നത്, ആ സമയത്ത് ഈ നവംബർ 6-ാം തീയതി ആണ് കൊലപാതകം നടന്നതെന്നാണ് കരുതപ്പെടുന്നത്. ആ ദിവസം വിജയലക്ഷ്മിയുടെ സഹോദരി സംസാരിക്കുന്നുണ്ട്. അതിന്റെ ഒരു കാര്യം പ്രേക്ഷകരെ നമുക്ക് കാണിച്ചു കൊടുക്കാം. 11-ാം തീയതി കൊണ്ടുവന്ന് അവിടെ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞാൻ പരാതി കൊടുത്തായിരുന്നു. ഇതുപോലെ ചേട്ടത്തിയെ കാണുന്നില്ലെന്നും പറഞ്ഞ്. അതനുസരിച്ച് അവർ അന്വേഷണത്തിന് പോയി. രാവിലെ വന്നിട്ട് പറഞ്ഞ് നമുക്ക് എന്തോ സംഭവിച്ചെന്ന്. അമ്പലപ്പുഴയുള്ള ഒരാൾ വിളിച്ചു വരുത്തിയതാണ്. അയാൾ ഏതാണ്ട് ചെയ്തവള്. ക്രൂരമായി കൊല ചെയ്യപ്പെട്ട വിജയലക്ഷ്മിയുടെ സഹോദരി ഗീതാകുമാരിയാണ് സംസാരിച്ചത്. ഈ കട്ടിംഗ് പ്ലെയർ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കോൺക്രീറ്റ് ചെയ്തു, മണ്ണിട്ട് മൂടി, കുഴിച്ചുമൂടി. മനീഷ് മഹിബാൽ തുടരുകയാണ്. സംഭവ സ്ഥലത്ത് ഇപ്പോൾ പ്രതി ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. ഫോറൻസിക് വിദഗ്ധരൊക്കെ തന്നെ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നാട്ടുകാരും ഭയചകിതരായ നാട്ടുകാർ അവിടെ കൂടിയിട്ടുണ്ട്. ഇത്തരമൊരു കൊലപാതകം ഈ കരൂറിലെ ഈ വീട്ടിൽ അരങ്ങേറിയിട്ടുണ്ടാകുമെന്ന് ഒരിക്കലും അവർ കരുതിയിട്ടുണ്ടാകില്ല. വലിയ ഷോക്കിലാണ്. കാര്യം ജയചന്ദ്രൻ ആളുകളോടൊന്നും അങ്ങനെ ബന്ധപ്പെടുന്ന സ്വഭാവക്കാരനായിരുന്നില്ല. മീൻപിടുത്തം പോലെയുള്ള കർമ്മങ്ങൾ ഏർപ്പെടുമ്പോഴും അയാൾ ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് പോകും. ചിലപ്പോഴൊക്കെ സ്ത്രീകളുമായി അവിടെ വരും എന്നാണ് അയൽവാസികൾ പറയുന്നത്. അയൽവാസികളോടൊന്നും ഒരു ബന്ധവും സൂക്ഷിക്കാതെ ഒരു ദുരൂഹ കഥാപാത്രമായി അവിടെ ജീവിക്കുകയായിരുന്നു ജയചന്ദ്രൻ എന്നാണ് നമുക്ക് കുറച്ചു മുമ്പ് നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലായത്. മനീഷ് മഹിബാൽ തുടരുകയാണ്. SKN നമ്മൾ നേരത്തെ ഈ പ്രതി ജയചന്ദ്രന്റെ ഭാര്യ സുനിമോളുടെ പ്രതികരണം എടുത്തിരുന്നു. അതിൽ നിന്നും മനസ്സിലാകുന്നത് ഇവരുടെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതായത് ഈ വിജയലക്ഷ്മിയുമായിട്ടുള്ള പരിചയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ അറിയുമായിരുന്നു. 2 വർഷങ്ങളായി വിജയലക്ഷ്മിയായിട്ടുള്ള ബന്ധം തനിക്ക് അറിയാം. പക്ഷേ അത് അവസാനിപ്പിക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടിരുന്നു. ഇടക്കാലത്ത് ഇവർ തമ്മിൽ ബന്ധമില്ലായിരുന്നു എന്നാണ് മനസ്സിലായത്. നവംബർ 6-ന് ഈ കൊലപാതകം നടന്നു എന്ന് കരുതുന്ന ദിവസം താൻ വീട്ടു ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. പകൽ സമയത്ത് അന്ന് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട്. അന്ന് മകൻ സ്കൂളുള്ള ദിവസമായിരുന്നു. മകൻ അന്ന് സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു. മകൻ 8-ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഈ ജയചന്ദ്രനും വിജയലക്ഷ്മിയുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിജയലക്ഷ്മിയുമായി പെട്ടെന്നൊരു ബന്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് ഈ ജയചന്ദ്രൻ ഭാര്യ സുനിമോളോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി മാത്രമാണ് താൻ ബന്ധപ്പെടുന്നത്. അത് ഒഴിവാക്കിയ ശേഷം ഈ ബന്ധം അവസാനിപ്പിക്കുമെന്ന് കൂടി ഭാര്യ സുനിമോളോട് പറഞ്ഞു എന്നാണ് നിലവിൽ ഈ സുനിമോൾ നമുക്ക് നൽകുന്ന വിവരം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരെ അടക്കം വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ നേരത്തെ അരുൺരാജ് അടക്കം സൂചിപ്പിച്ചതുപോലെ കൊലപാതകം നടത്തിയത്
ജയചന്ദ്രനാണെങ്കിലും അതിന് സഹായം നൽകിയ മറ്റാരെങ്കിലും കൂട്ടാളികളുണ്ടോ എന്ന് കൂടി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇയാളുടെ ഒരു സ്വഭാവ പ്രകൃതി വെച്ച് മറ്റ് സൗഹൃദങ്ങൾ, അതായത് ഒരുപാട് കൂട്ടുകാരോ അല്ലെങ്കിൽ മറ്റ് സൗഹൃദ വലയങ്ങളോ ഉള്ളതോ ഒന്നും നാട്ടുകാർക്ക് അറിയില്ല. ഒറ്റപ്പെട്ട സ്വഭാവമാണ്, നാട്ടുകാരോട് അധികം സംസാരിക്കാറില്ല, മുഖത്ത് പോലും നോക്കാറില്ല. അങ്ങനെയുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് നാട്ടിൽ നിന്ന് ലഭിക്കുന്നത്. കഴിഞ്ഞ ഒരു 1.5-2 വർഷമായിട്ടുള്ള അവർ ഇവിടെ ഇങ്ങോട്ടേക്ക് മാറി താമസിച്ചിട്ട്, അത് നേരത്തെ അവർ താമസിച്ചിരുന്ന തീരദേശത്തായിരുന്നു, അവിടെ മത്സ്യത്തൊഴിലാളിയായിരുന്നു. അവിടെ ഈ കടൽ മേഖല, മത്സ്യബന്ധന മേഖലയിൽ നിന്ന് സർക്കാരിന്റെ പദ്ധതി പ്രകാരം, പുനർഗേഹം പദ്ധതി പ്രകാരമാണ് മറ്റൊരു വീട് വെച്ച് നൽകി ഇങ്ങോട്ടേക്ക് എത്തിയത്. എന്താണെങ്കിലും ഇവിടെ ഈ വ്യക്തിയെ സംബന്ധിച്ച് ചുറ്റിപ്പറ്റി ചില സ്ത്രീ വിഷയങ്ങളുമായി ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള പരാതിയും ആക്ഷേപവും ഉണ്ടായിരുന്നത് മാത്രം നാട്ടുകാർ പറയുന്നു. മറ്റ് ക്രിമിനൽ പശ്ചാത്തലം ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുകൂടിയാണ് നാട്ടുകാരുടെ പ്രതികരണം. എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഇവിടെയുള്ള ആളുകളെല്ലാം ഞെട്ടലിലാണ്. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായതായി അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിപ്പോയല്ലോ എന്ന് കൂടി ആളുകൾ പറയുന്നു. ഞാൻ നേരത്തെ SKN പറഞ്ഞതുപോലെ ആലപ്പുഴ ജില്ലയിൽ ചുരുങ്ങിയ കാലയളവിൽ ഇങ്ങനെ ആളുകളെ കൊന്നു കുഴിച്ചു മൂടിയിടുന്ന സംഭവങ്ങൾ ഏറി വരികയാണ്. അത് ഒന്ന് കിടങ്ങറയിലുണ്ടായി, പിന്നീട് വർഷങ്ങൾക്ക് മുൻപ് മാന്നാറിൽ കുഴിച്ചു മൂടിയ സംഭവം, അതിന്റെ തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. പിന്നീട് പാതിരാപ്പള്ളിയിലായിരുന്നു. ഏറ്റവും ഒടുവിൽ എറണാകുളം സ്വദേശിയായിട്ടുള്ള വയോധിക സുഭദ്രയെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവം. അങ്ങനെ 5-6 സംഭവങ്ങൾ ചുരുങ്ങിയ കാലയളവിൽ ഉണ്ടാകുന്നു. ഇപ്പോഴിതാ കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയെ ഇവിടെ ജയചന്ദ്രൻ എന്ന 50 വയസ്സുകാരൻ സ്വന്തം വീട്ടിലെത്തിച്ച ശേഷം പ്ലെയർ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. വീടിന്റെ പരിസരത്തുള്ള എവിടെയോ, കൃത്യമായ സ്ഥലം നമുക്കിപ്പോഴും പറയാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ കൊന്നു കുഴിച്ചു മൂടി കോൺക്രീറ്റ് ചെയ്തു എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഇവിടെ ഇതിനു വേണ്ടിയിട്ട് ഫോറൻസിക് വിദഗ്ധർ, ഒപ്പം തന്നെ റവന്യൂ സംഘം, അമ്പലപ്പുഴ തഹസിൽദാർ അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി ഡിവൈഎസ്പി, അമ്പലപ്പുഴ ഡിവൈഎസ്പി, ഒപ്പം തന്നെ എടത്തുവയിൽ നിന്നും അമ്പലപ്പുഴയിൽ നിന്നും കരുനാഗപ്പള്ളിയിൽ നിന്നും കൂടുതൽ പോലീസ് സംഘം ഇവിടെ എത്തി ആളുകളെ അടക്കം ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടുള്ള തെളിവ് ശേഖരണവും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യലും. കൊലപാതകം ഈ മുറിക്കുള്ളിൽ വെച്ച് നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. അങ്ങനെ മുറിക്കകത്ത് വെച്ച് നിലവിൽ ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. അങ്ങനെ വിശദമായി അന്ന് ആണ് ഇവിടെ എത്തിച്ചത്, അന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ച് വരികയാണ്. ഇപ്പോൾ ഇവിടെ പോലീസ് സംഘം ഇവിടെ കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റു ഉപകരണങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം, ഇന്ന് തന്നെ ഈ കുഴിയെടുത്ത് ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങും. അതിനു വേണ്ടിയിട്ടുള്ള മൺവെട്ടി അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംഘം ഇവിടെ എത്തിക്കുകയാണ്. അതിന് തദ്ദേശ സ്ഥാപനങ്ങളിലെ, അതായത് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ഇവിടുത്തെ പ്രാദേശിക ആളുകളുടെ സഹായം കൂടി തേടുന്നുണ്ട്. SKN.